ടെൻഷൻ അടിച്ചിരിക്കുന്നേ? എന്നോട് ദേഷ്യാണോ? ഞാൻ എന്ത് പണിയാ ഇന്നലെ കാണിച്ചത്? നീ എന്തൊക്കെ പുകിലാണോ ഉണ്ടാകാൻ പോകുന്നത്? ഒന്നാമതേ ഏമാർക്ക് ഒന്നിനും എന്നെ കണ്ണെടുത്താ കണ്ടുകൂടാ. ഇനി മുഖ്യമന്ത്രിയുടെ മോളെ രാത്രി കൂടെ താമസിപ്പിച്ചു എന്ന് കൂടെ അറിഞ്ഞാ അതൊക്കെ പോട്ടെ. തന്റെ അച്ഛന്റെ മുഖത്ത് ഞാൻ അങ്ങനെ നോക്കും? അതിന് ഞാൻ ഇവിടെയാണെന്ന് അച്ഛനെ അറിയില്ലല്ലോ. ഇന്നലെ രാത്രി തന്നെ ഞാൻ അച്ഛനെ വിളിച്ചു പറഞ്ഞു, ഫ്രണ്ട് രാധയുടെ വീട്ടിലാണ്, രാവിലെ എത്തുള്ളൂന്ന്. ഇന്നലെ രാത്രിയിലെ കോല എന്തായിരുന്നു ഓർമ്മയുണ്ടോ? അത് കണ്ടപ്പോ ഇട്ടിട്ട് പോവാനും തോന്നിയില്ല. അത് വെള്ളം ഒഴിച്ചാ പിന്നെ എന്റെ കോലം അങ്ങനെയൊക്കെ തന്നെയാ. ഇതിലൊക്കെ താൻ എന്തിനാ ഇടപെടുന്നത്? അപ്പൊ ഇത്രയൊക്കെ ആയിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ല? എന്നോട് ഒട്ടും സ്നേഹം തോന്നുന്നില്ല അല്ലേ? എടോ, തന്നെ പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ കൊള്ളാവുന്ന ഒരുത്തനല്ല ഞാൻ. എന്നെ പറ്റി മീരയ്ക്ക് വല്ലതും അറിയോ? എനിക്കൊന്നും അറിയണ്ട. എനിക്ക് ഈ രാക്ഷസനെ ഒത്തിരി ഇഷ്ടം. അതുകൊണ്ട് തന്നെ മറ്റൊന്നും എനിക്കറിയണ്ട. അല്ല, മീരെ അറിയണം. ഗുഡ് മോർണിംഗ്. വന്നണ്ടേ? എന്താ പനി മാറിയോ? ഓളെന്താ കഴിച്ചു രാവിലെ? നീടാ നീ എന്താ കഴിച്ചു? അമ്മ എവിടെ? അപ്പോളോട് ഞാൻ ഇന്നലെ പറഞ്ഞതേ ഉള്ളൂ അച്ഛനെ കാണണോന്ന്. അതുകൊണ്ടല്ലേ അച്ഛൻ വന്നത്. അച്ഛന്റെ പൊന്നുമോട് വാ. എന്റെ മോളാ അമ്മു. എനിക്കറിയാം. ഇത് മോൾക്ക് കൊണ്ടുവന്നതാ. എങ്ങനെയുണ്ട്? ഹായ്, നല്ല പാവക്കുട്ടി. ആന്റി, താങ്ക്സ് ആന്റി. ഇപ്പൊ മനസ്സിലായോ? മീര എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കക്ഷിയെ ഇഷ്ടപ്പെട്ടതെന്ന്. കമ്മീഷണർക്ക് ഒരു മോളുള്ള കാര്യവും അവളുടെ അസുഖ കാര്യവും എല്ലാം എനിക്കറിയായിരുന്നു. മരിച്ചുപോയ മോളുടെ അമ്മയെ കുറിച്ച് പോലും ചോദിക്കാതിരുന്നത് എല്ലാം സമയമാവുമ്പോ ആകാന്ന് കരുതിയ. എന്റെ അമ്മയെ കൊന്നതാ കള്ളന്മാര് അല്ലേ അച്ഛാ? Is it true? ഇപ്പോ മീരയ്ക്ക് എന്റെ മുഴുവൻ കഥകളും അറിയില്ല.